ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ നായകനെത്തിയ എമ്പുരാൻ എന്ന സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ഇപ്പോഴത്തെ 100 കോടി പിന്നിട്ടിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 30 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ, കേരളത്തിൽ നിന്നും 76 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ എന്നിങ്ങനെയാണ് സിനിമ 106 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളെക്കുറിച്ചും ഒപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഷെയർ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളെക്കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിലവിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ്. 167 കോടി 50 ലക്ഷമാണ് സിനിമയുടെ ഫൈനൽ ഇന്ത്യൻ ഗ്രോസ്. അതിൽ 63 കോടിയിലധികം കളക്ഷൻ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. രണ്ടാം സ്ഥാനത്ത് 2018 എന്ന സിനിമയാണ്. 110 കോടിയിലധികം രൂപയാണ് സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ എമ്പുരാൻ എന്ന സിനിമയാണ്. 106 കോടിയിലധികം രൂപയാണ് സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. എങ്ങനെ പോയാലും രണ്ടാം സ്ഥാനത്ത് 2018 പിന്തള്ളും എമ്പുരാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നാലാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമ, അത് പുലിമുരുകൻ എന്ന സിനിമയാണ്. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അന്ന് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ മാത്രമായിട്ട് 100 കോടിയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. അപ്പോൾ ഇന്ത്യയിൽ മാത്രം 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത 2 ലാലേട്ടൻ സിനിമകളുണ്ട് ലാലേട്ടൻ എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. ഇനി കേരള ഷെയറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, സിനിമയുടെ നിർമ്മാതാവിന് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമാകുന്ന തുകയാണ് കേരള ഷെയർ എന്ന് പറയുന്നത്. ആ കേരള ഷെയർ ലിസ്റ്റിലും ലാലേട്ടൻ സിനിമകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ആദ്യ സ്ഥാനത്ത് നിലവിലെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത 2018 എന്ന സിനിമയാണ്. 89 കോടിയിലധികം ഫൈനൽ കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ 36 കോടിയോളം രൂപയാണ് കേരള ഷെയർ ആയിട്ട് നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് പുലിമുരുകൻ എന്ന ലാലേട്ടൻ സിനിമയാണ്. 33 കോടിയോളം രൂപയായിരുന്നു സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയാണ്. 32 കോടി 75 ലക്ഷത്തിലധികം രൂപയായിരുന്നു സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ. നാലാം സ്ഥാനത്ത് ആവേശം എന്ന ഫഹദ് ഫാസിൽ സിനിമയാണ്. 31 കോടി 25 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ കേരള ഫൈനൽ ഷെയർ. ഇപ്പോൾ ഈ ലിസ്റ്റിലാണ് എമ്പുരാൻ എന്ന സിനിമയുടെ നേടിയെടുത്തിരിക്കുന്നത്. 2018 ശേഷം നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം ഷെയർ നേടിയെടുക്കുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എമ്പുരാന്റെ ആകെ കേരള ഷെയർ 35 കോടിയിലേക്ക് അടുക്കുന്നു. ഫൈനൽ കേരള കളക്ഷൻ വരുമ്പോൾ 2018 മുകളിൽ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള എമ്പുരാന്റെ വാർത്തകൾ, നേട്ടങ്ങൾ അറിയാനായിട്ട്.